പറയാൻ പോകുന്ന കഥയുടെ പേരാണ് അരിക്കൊമ്പൻ. വലിയ മരങ്ങളും ഇല്ലിക്കാടുകളും നിറഞ്ഞ പെരും കാട്. കാടിനരികത്തായി കുത്തിയൊഴുകുന്ന പുഴ. പുഴയുടെ തീരത്തെ ഈറ്റക്കാട്ടിലായിരുന്നു അവരുടെ താമസം. അവരെന്ന് പറഞ്ഞാൽ ആരാ? അപ്പനെന്ന കൊമ്പനാന, അമ്മയെന്ന പിടിയാന, കുട്ടിയെന്ന കുഞ്ഞനാന. വെട്ടുകുരങ്ങനുമായിട്ടായിരുന്നു കുഞ്ഞനാനയുടെ കൂട്ട്. ആ ഒരു അഭ്യാസി തന്നെ മരത്തിൽ നിന്ന് മരത്തിലേക്ക് ചാടി വീഴും. വള്ളിയിലും ഞാലാലും ചില്ലകളിൽ തഴകീഴായി തൂങ്ങിക്കിടക്കും. പഴങ്ങളൊക്കെ പറിച്ച് കുഞ്ഞനാനയ്ക്ക് ഇട്ടുകൊടുക്കും. കാട്ടിൽ അവൻ കണ്ട കാഴ്ചകളൊക്കെ വന്ന് പറയും. ചിന്നമുയലിലെ പെരുമ്പാമ്പ് വിഴുങ്ങിയത്, തേനീച്ചകൾ ചെമ്മക്കാടിയെ കുത്തി ഓടിച്ചത്, ആരോ വെച്ച കെണിയിൽ കടുവ കുടുങ്ങിയത്. ഇവനാ കുഞ്ഞനാനോട് പറഞ്ഞതത്രേ. കരിമ്പെന്ന് പറഞ്ഞു മധുരമുള്ള കൊമ്പ, തേൻ മധുരമുള്ള കൊമ്പ്. കടിച്ചിറക്കുമ്പോൾ ഹായ് എന്ത് സ്വാദാണെന്നോ. കുഞ്ഞനാരുടെ നാവിൽ വെള്ളമുറി ഒരു കഷ്ണം, ഒരേ ഒരു കഷ്ണം. അവൻ അപ്പനാനയോട് ചോദിച്ചു, മിണ്ടരുത്, അത് മനുഷ്യൻ കാട് കയറി ഉണ്ടാക്കിയ കൃഷിയാ. അവർ കാവലുണ്ടാവും, കയ്യിൽ തോക്കും, അത് ഇരട്ട കുഴൽ. കൊമ്പനാനയെ കണ്ടാൽ മസ്തകം നോക്കി ഉന്നം പിടിക്കും. പിന്നെ ഒറ്റ വെടിയ, നമ്മളപ്പോ തന്നെ ചത്തു വീഴും. ആനക്കൊമ്പുകൾ മോഷിച്ചോണ്ട് പോവും. ആനക്കൊമ്പിന് ലക്ഷങ്ങളാവില്ല, ലക്ഷങ്ങൾ. അയ്യോ, കരിമ്പും വേണ്ടായേ, കൊമ്പും വേണ്ടായേ. എന്റെ മലമുത്തിയെ മനുഷ്യരുടെ കണ്ണിപ്പെടാതിരുന്നാ മതിയായിരുന്നു. പക്ഷേ കുഞ്ഞനാനയുടെ പ്രാർത്ഥന മലമുത്ത് കേട്ടില്ല എന്ന് തോന്നുന്നു. ഒരു ദിവസം ആനകളെല്ലാം ഭക്ഷണം കഴിഞ്ഞ് വേൽ കഴിയുന്ന നേരം എന്തോ ശബ്ദം. കൊമ്പനാന ചാടി എഴുന്നേറ്റ് ചെവി വട്ടം വിളിച്ച് തുമ്പിക്കൈയുയർത്തി മണം പിടിച്ചു. മനുഷ്യൻ തന്നെ ആന ചുറ്റും നോക്കി. അതാ ആ മരത്തിന് പിന്നിൽ രണ്ട് കള്ളന്മാർ. ഒരുത്തന്റെ കയ്യിൽ തോക്ക്, ഒരുത്തന്റെ കയ്യിൽ കോടാലി. പിന്നെ താമസിച്ചില്ല, ആന കള്ളന്മാർക്ക് നേരെ കുതിച്ചോടി. പേടിച്ചു വരച്ച കള്ളന്മാർ ജീവനും കൊണ്ട് ഓടടാ ഓട്ടം. ഓടി ഓടി മനുഷ്യ പുഴയിലേക്ക് എടുത്ത് ചാടി. എങ്ങനെയോ നീന്തി രക്ഷപ്പെട്ടു. അന്ന് പാതിരാത്രി കുറ്റാകൂടിയിട്ട് ടോർച്ചിന്റെ വെളിച്ചത്തിൽ കള്ളന്മാർ ആ കാഴ്ച കണ്ടു. കൊമ്പനാനെ തടിച്ചുരുണ്ട വെളുവെളുത്ത കൊമ്പുകൾ. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു രണ്ട് വെടിപൊട്ടി. പേടിച്ചു വരുന്ന കുഞ്ഞനാന എങ്ങോട്ടോ ഓടിപ്പോയി. രാത്രി മുഴുവൻ അവൻ കരഞ്ഞു. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ കുഞ്ഞനാന ആ കാഴ്ച കണ്ട് നെട്ടിപ്പോയി. തല വെട്ടിക്കീറിയ അപ്പനാനയോട് ജലം, കണ്ണുമേച്ച് മരിച്ചു കിടക്കുന്ന അമ്മയാന. ഇതെല്ലാം ചെയ്ത് മനുഷ്യനാണ്, കൊല്ലണം. കുഞ്ഞനാനയ്ക്ക് ദേഷ്യം വന്നു. കൊല്ലണം, എല്ലാ മനുഷ്യരെയും കൊല്ലണം, ചതച്ചരച്ചു കൊല്ലണം. അവൻ മലമുത്തിയെ സാക്ഷിയാക്കി സത്യം ചെയ്തു. കൂട്ടുകാരെ, ഇവനാ നമ്മുടെ അരിക്കൊമ്പൻ. ഈ ഭൂമി മനുഷ്യർക്ക് മാത്രമുള്ളതല്ല ഓർക്കുക. മനുഷ്യരുടെ സാധ്യതയാണ് അരിക്കൊമ്പന്മാരെ ചക്കക്കൊമ്പന്മാരെ തെറ്റിച്ചത്. നന്ദി, നമസ്കാരം.